ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. നമ്മുടെ 8ാമത്തെ പാഠം ബ്യൂട്ടിഫുൾ ഷേപ്സ് എന്നുള്ള പാഠമാണ്. അപ്പോൾ നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്, ബ്യൂട്ടിഫുൾ ഷേപ്സ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ആ ചിത്രത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മാംഗോസ് ആർ ഓൾ റൗണ്ട്. വട്ടത്തിലുള്ള നമ്മൾ റൗണ്ട് എന്നല്ലേ പറയുക. ലീവ്സ് ആർ ഓൾ ഫ്ലാറ്റ്. ലുക്ക് അറ്റ് ദ കൗ, ഇറ്റ്സ് ഫാറ്റ്. ആൻഡ് ദ സ്നേക്ക്, ഇറ്റ്സ് ലോങ്. കണ്ടില്ലേ? സ്നേക്ക് കണ്ടില്ലേ? കണ്ടോ? നീളമുള്ളതിന് നമ്മൾ ലോങ് എന്ന് പറയാ. സോ മെനി ഷേപ്സ് ഓൾ around. Take a look and find them out. അപ്പൊ പല തരത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? വാട്ട് ആർ ഇൻ ദിസ് പിക്ചർ? നോക്കിക്കേ, നമ്മൾ എന്തൊക്കെ നമ്മുടെ ഷേപ്പ്, നമ്മൾ ബാംഗിൾസ് അല്ലെ, വളകൾ എന്ത് ഷേപ്പാണ്? നമ്മള് റൗണ്ട് ഷേപ്പാണ്, നമ്മൾ സർക്കിൾ എന്ന് പറയും. അതേപോലെ നോക്കൂ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തീപ്പെട്ടി എടുത്ത് നോക്കിക്കേ, എന്ത് ഷേപ്പാണത്? അതിന് നമ്മൾ പറയുന്നത് റെക്റ്റാങ്കിൾ എന്നാണ്. അങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് ഷേപ്പുകൾ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന 4 ഷേപ്പുകളെ കുറിച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. 4 ഷേപ്പുകളുടെ പേരാണിത്. ഓക്കെ, 4 ഷേപ്പുകളും ഏതാണെന്ന് ഇവിടെ അടുത്ത പേജിലുണ്ട്. ഷേപ്സ് ഓഫ് സ്നാക്സ്. അനു ഇസ് സോർട്ടിങ് സ്നാക്സ്. ഇവിടെ കുറച്ച് സ്നാക്കുകൾ, കഴിക്കുന്ന ഐറ്റംസ് ആണ്. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഷീ വോണ്ട് ടു പുട്ട് ഈച്ച് ഇൻ എ ഡിഷ് ഓഫ് ദ സെയിം ഷേപ്പ്. അപ്പൊ ഈ സ്നാക്സിന്റെ അതേ ഷേപ്പുള്ള പാത്രത്തിലേക്ക് അതിനെന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക, ലൈൻ വരച്ച് ജോയിൻ ചെയ്യുക. ഇതുപോലെ അത് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള സ്നാക്കുകളൊക്കെ ഈ പാത്രത്തിലേക്ക് ജോയിൻ ചെയ്തു. നമ്മൾ സർക്കിൾ ഷേപ്പുള്ള എല്ലാം ഇതിലേക്ക് ജോയിൻ ചെയ്തു. ട്രയാങ്കിളിനെ കണ്ടോ, ഇതുപോലെ ജോയിൻ ചെയ്യുക. അപ്പൊ ഈ ഷേപ്പാണ് നമ്മൾ, ഈ റൗണ്ട് ഷേപ്പിൽ നമ്മൾ പറയുന്നതാണ് സർക്കിൾ. ഇതുപോലെ 3 വശങ്ങൾ, 3 ലൈൻസ് വെച്ച് ജോയിൻ ചെയ്ത് ഈ ഷേപ്പിനെ പറയുന്നതാണ് ട്രയാങ്കിൾ. അതേപോലെ ഈ 4 വശങ്ങളുള്ള ഷേപ്പിനെ പറയുന്നതാണ് റെക്റ്റാങ്കിൾ. അപ്പൊ റെക്റ്റാങ്കിളും സ്ക്വയറും തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണ് ഉള്ളത്. കാണാൻ ഒരേപോലെ തന്നെയായിരിക്കും റെക്റ്റാങ്കിൾ ഷേപ്പും സ്ക്വയർ ഷേപ്പും. റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നോക്കിയേ, 2 വശം, അതായത് 2 സൈഡ് മാത്രമാണ് ഒരേ അളവുണ്ടാവുക. ഓക്കെ, ഒരേ അളവിൽ ഒരേ ലെങ്ത് ഉണ്ടാവും. കണ്ടു, ഇതുപോലെ. പക്ഷെ സ്ക്വയർ എന്ന് പറയുന്നതിന് 4 സൈഡ്സും ഇതേപോലെ തന്നെയായിരിക്കും. 4 സൈഡ്സിനും ഒരേ അളവായിരിക്കും, ഒരേ ലെങ്ത് ആയിരിക്കും, കാണാൻ ഒരേ ലൈൻസ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഇത് സർക്കിൾ ആണ്, ഇത് ട്രയാങ്കിൾ ആണ്, ഇത് റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഈ 3 സ്പെല്ലിംഗ് പഠിക്കുക. സർക്കിളിലെ സ്പെല്ലിംഗ്, ട്രയാങ്കിളിലെ സ്പെല്ലിങ്ങും റെക്റ്റാങ്കിളിലെ സ്പെല്ലിങ്ങും പഠിക്കണം. അതേപോലെ എന്ത് ചെയ്യണം? ഇവിടെ കണ്ടില്ലേ, ഇത് ഈ ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തില് 3 ഷേപ്പുകളും ഉണ്ട്. 3 ഷേപ്പിന് ഇവിടെ പറഞ്ഞ കളേഴ്സ് കൊടുക്കുക. നമ്മുടെ സർക്കിളിനെല്ലാം ബ്ലൂ കൊടുക്കണം, ട്രയാങ്കിളിനെല്ലാം എന്ത് കൊടുക്കുക? റെഡ്, റെക്റ്റാങ്കിളിനെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ യെല്ലോ കളർ കൊടുക്കുക. ഇതുപോലെ കളർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പേജ്. ലെറ്റ്സ് കളർ ദ അതർ പിക്ചേഴ്സ് അനു ആൻഡ് ബിനു ഹാവ് ഡ്രോൺ. അനു കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ബിനു അതിനൊക്കെ ഷേപ്പ് ഉപയോഗിച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഇതുപോലെ ഷേപ്പ് ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 2 ചിത്രത്തിന് നിങ്ങൾ മനോഹരമായി, വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? കളർ കൊടുക്കുക, ബ്യൂട്ടിഫുൾ ആക്കുക. എന്നിട്ട് പറഞ്ഞേ, ഹൂസ് പിക്ചേഴ്സ് ഡു യു ലൈക്ക് മോർ? ആരുടെ ചിത്രമാണ്, അതായത് അനു വരച്ചതാണോ വിനു വരച്ചതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്നാണ് ചോദിക്കുന്നത് അല്ലെ? 2 പേര് വരച്ചത് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പൊ എന്താ വ്യത്യാസം എന്താണ്? അനു ശരിക്കുമുള്ള അതുപോലെ കണ്ടോ, ബേർഡിനെയൊക്കെ കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിനു എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? എല്ലാ പിക്ചേഴ്സും, എല്ലാ ചിത്രങ്ങളും ഷേപ്പ് ഉപയോഗിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ച 3 ഷേപ്പില്ലേ? നമ്മൾ ട്രയാങ്കിൾ പഠിച്ചു, റെക്റ്റാങ്കിൾ പഠിച്ചു, അതേപോലെ സർക്കിൾ. ഇത് 3 ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വിനു വരച്ചിരിക്കുന്നത്. അടുത്തത് കംപ്ലീറ്റ് ദ പിക്ചർ, ഡ്രോ ദ മിസ്സിംഗ് പാർട്സ്. ഇവിടെ നോക്കി, ഒരു വണ്ടി തന്നിട്ടുണ്ട് അല്ലെ? ഒരു വെഹിക്കിൾ ആണ്. അപ്പൊ അതിന്റെ മിസ്സിംഗ് പാർട്സ് എന്തായിരുന്നു? ഇവിടെയാണ് അല്ലെ? ചക്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വീൽസ് വരച്ചു. ഇതുപോലെ വീൽസ് വരയ്ക്കുക. അതേപോലെ വീടിന് എന്തില്ല? ഡോർ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഒരു ഡോർ വരച്ചു. അതേപോലെ ഇവിടെ എന്തില്ല? ഈ സൈഡിലൊന്നും എന്തുണ്ടായിരുന്നില്ല? ഇതുപോലുള്ള ട്രയാങ്കിൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ ട്രയാങ്കിൾസ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള കളറും കൂടെ കൊടുക്കുക. കളർ ദ പിക്ചർ ചൂസിങ് ദ റൈറ്റ് കളേഴ്സ്. അപ്പൊ എന്ത് ചെയ്യുക? കളേഴ്സ് കൊടുക്കുക, ഇതുപോലെ കളർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ട്രൈ യുവർ സെൽഫ്. അനു ഇസ് ഡ്രോയിങ് എ പിക്ചർ, ട്രൈ ടു ഡ്രോ അലോങ് വിത്ത് ഹെർ. അപ്പൊ അനു ഒരു ചിത്രം വരയ്ക്കുകയാണ്. എന്തിന്റെ ചിത്രം നമുക്ക് നോക്കാം. അപ്പൊ അവള് വരയ്ക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ അടുത്ത് കാണുന്ന പെട്ടിയിൽ വരയ്ക്കുക. അപ്പൊ ആദ്യം അവളൊരു സർക്കിൾ വരച്ചു. അപ്പൊ എന്ത് ചെയ്യുക? ഇതിന് ഉള്ളിൽ കണ്ടോ, ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. അടുത്തത് അവളെ നോക്കിയ സർക്കിളിൽ 2 കണ്ണുകൾ കൂടി വരയ്ക്കുകയാണ്. അടുത്ത് എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് അവൾ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ, കണ്ടോ? ഒരു ട്രയാങ്കിളും കൂടെ, ഒരു ട്രയാങ്കിൾ അല്ല, റെക്റ്റാങ്കിൾ കൂടെ വരച്ചു. പിന്നെ എന്ത് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, ആ ട്രയാങ്കിളിന്റെ കൂടെ അവൾ വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ് അല്ലെ? കണ്ടോ? ഒരു വാല് വരച്ചു, 2 കാലുകൾ വരച്ചു. ഇതാ അവസാനം ആ ചിത്രം ആരായി? ഒരു പൂച്ചയാണ് അല്ലെ? ഒരു കാറ്റിനെയാണ് അവൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അതുപോലെ എന്ത് ചെയ്യുക? നിങ്ങളും
ഇതുപോലെ ചിത്രങ്ങൾ അടുത്തടുത്ത കോളത്തിൽ വരയ്ക്കുക. എന്നിട്ട് അവസാനം ഈ കാറ്റിനെ ഫില്ല് ചെയ്യുക. ഇതുപോലെ കളറൊക്കെ കൊടുക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ഷേപ്സ് എന്നുള്ള ചാപ്റ്റർ. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്